മെത്തനോയിയ 1-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. മനുഷ്യജീവിതം ധന്യമാകുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ്. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അവിഭാജിതനായാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി 2:7 വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, മനുഷ്യഹൃദയം ദാഹിക്കുന്ന രക്ഷയും യഥാർത്ഥ സ്നേഹവും ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപഫലമായി മനുഷ്യരാശി മുഴുവനും ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 404 ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ പാപം ഈ അകൽച്ച സർവോപരി വർദ്ധിപ്പിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ 59:2 പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കാനുള്ള വഴി തിരിച്ചു വരവാണ്. യെശയ്യാ പ്രവാചകൻ 1:18 കർത്താവ് തന്നെ നമ്മളെ അതിന് ആഹ്വാനം ചെയ്യുന്നു. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. ദൈവം തന്നെ ഇതിന് മുൻകൈ എടുക്കുന്നു എന്നതാണ് സദ്വാർത്ത. വെളിപാട് പുസ്തകം 3:18-19 മാനസാന്തരപ്പെടുക, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ഹൃദയവാതിൽ യേശുവിന് തുറന്ന് കൊടുക്കാനുള്ള രക്ഷയുടെ കാലമാണ് ഈ 50 നോമ്പ് കാലം. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്കുകൾക്ക് പിൻ നിങ്ങൾ ജീവിക്കും എന്ന കർത്താവിന്റെ ആശീർവാദം നാം എല്ലാവരോടും കൂടെ ഇന്നും ഈ നോമ്പുകാലം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.